മസാല ആഡ് ചെയ്യാൻ പോവാം. നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ സ്ഥിരം നമ്മുടെ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. സ്പൈസി വേണ്ടവർ കൂട്ടിയിടാം, പ്രശ്നമൊന്നുമില്ല, സ്പൈസി കുഴപ്പമില്ല. മല്ലിപ്പൊടി ലേശം മതി, ലേശം മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി. ഇത് അങ്ങനെ ഫൈൻ പൊടിയല്ല, ഇടിച്ച് പൊടിക്കില്ല, ക്രഷ്ഡ് ആവരുത്. ഇത് നമ്മുടെ മസാല. ഇത് എന്തൊക്കെയാണ് നമ്മുടെ മസാല കൂട്ട്? ഗരം മസാല തീർച്ചയായും, പക്ഷേ ഗരം മസാലയാണ് നമ്മുടേതായ ഇവിടുത്തെ രീതിയിൽ പൊടിച്ചെടുത്ത സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തനതായ ഒരു രുചിയും ഉണ്ടാകും. ഇതും നേരത്തെ പറഞ്ഞ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇടിച്ച് ഇറച്ചി ഇട്ടിട്ടുണ്ട്. എനിക്കുള്ളത് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും ഒന്ന് എന്താ പറയുക, നമ്മൾ ആ നേരത്തെ ഇട്ട മസാലയും ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ സവോള എല്ലാം കൂടി ഇട്ട് ആ ഒരു വഴറ്റിയെടുത്തില്ലേ, അതിനകത്തോട്ട് ഇട്ട് ശരിക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി നമ്മുടെ ഈ ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സംഭവങ്ങളും ഓൾറെഡി കറിയിലെ എല്ലാ സംഭവങ്ങളും ഇട്ട് നമ്മൾ ഉപ്പ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അല്ല, ഇറച്ചിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറച്ചിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത മസാലയിൽ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് യൂസ് ചെയ്താൽ മതി എന്നല്ലേ പറയാൻ വന്നത്. ഇത് മതി കഞ്ഞി കുടിക്കാൻ അല്ലേ? അത് തന്നെ ധാരാളം. പക്ഷെ എനിക്ക് കറി വേണം. കഞ്ഞിയല്ലേ ഉള്ളു, ചോറിനാണ്. വീട്ടിലച്ഛനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ്. നമുക്കിത് എത്ര ദിവസം വെക്കണോ അതിനനുസരിച്ച് ഡ്രൈ ആയാൽ എത്ര ദിവസം വേണം? ഇത് വെക്കാൻ പറ്റും തീർച്ചയായിട്ടും. അത് ഡ്രൈ ആക്കണം. ഫ്രിഡ്ജിൽ വെച്ചാണോ അല്ലെങ്കിൽ സാധാ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണോ? ഓപ്പൺ ആയിട്ട് അത് ഡ്രൈ ചെയ്ത് നന്നായി ഡ്രൈ ചെയ്ത് വെച്ചാൽ അത്ര അതിനനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇരിക്കും. നമുക്ക് സാർ കഴിക്കാൻ വേണ്ടി കുറച്ച് ഈർപ്പമായി ഉണ്ടെങ്കിൽ നല്ലതാണ് കഴിക്കാൻ. എന്നും പറഞ്ഞാൽ ടേസ്റ്റ് ഒരു വ്യത്യാസം വരില്ല, കൂടത്തുള്ളൂ അല്ലേ? ഈർപ്പം മാറുന്നതോടെ ഇരിക്കാനും ഡേറ്റുകൾ ഈർപ്പം മാറുന്നതനുസരിച്ച് ഈർപ്പം ഉണ്ടെങ്കിൽ 2 ദിവസത്തിനകം പിന്നെ പണി കിട്ടും. 2 ദിവസം തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ വൈകുന്നേരം തന്നെ തരും ജോലി. നന്നായിട്ട് ഡ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നോൺ വെജിറ്റേറിയൻ എന്തൊക്കെയായാലും നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ഇരുന്നോളൂ. റെഡിയായി തീർന്നു, ഇത്രേ ഉള്ളൂ. സിമ്പിൾ. നമ്മുടെ ഫിഷ് മോളിയും കഴിഞ്ഞു, നമ്മുടെ ഇറച്ചി ഇറച്ചി ഇടിച്ചൊലത്തിയത് എന്നാണ് ഞങ്ങൾ ഇവിടെ പേരിട്ടിരിക്കുന്നത്. ജസ്റ്റ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പോത്തിടിയിറച്ചിയും പോത്തിടിച്ചൊലത്തിയത് എന്നെ ഇടിക്കും. അല്ല, അതിൻ്റെ പേര് മാറുമ്പം സാധനങ്ങൾ രണ്ടായി. ചൊലത്തിയതും നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി കഴിക്കാം. അപ്പോൾ സുധേട്ടാ വളരെ താങ്ക് യു. ഞാൻ എന്തായാലും അങ്ങോട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ അപ്പോൾ ജോർജേട്ടൻ്റെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ മൊത്തം മുതലാളി കുടുംബമായോ? ഇല്ല, ഇനി 3 പേരുണ്ട്. ഇനി 3 പേർ, 4 മക്കളാണ്. ഇനിയും 3 പേരുണ്ടെന്ന്. അപ്പോൾ ചേച്ചി വൈഫാണ്, ചേച്ചിയുടെ പേരണ അനിജ അല്ലേ? എപ്പോഴും ചേട്ടൻ്റെ ഒപ്പം ഇവിടെ തന്നെ ഹെൽപ്പ് ചെയ്യായിട്ടൊക്കെ ഉണ്ടാവുമല്ലേ? ഹൗസ് വൈഫ് എന്ന് പറയാം, പക്ഷേ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് പുറകിലുള്ളത്. ഓഹോ, ഇതിൻ്റെ ശരിക്കും ബ്രെയിൻ ആയിരുന്നു, മാസ്റ്റർ ബ്രെയിൻ ചേച്ചിയാണ് വാസുവിത പറഞ്ഞ മറ്റേ ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് മുന്നിലും സ്ത്രീയുടെ കൈയുണ്ടാവുന്ന പറഞ്ഞ ഇതാണ്. അപ്പോൾ അതെ എല്ലാവരുടെ മുമ്പിലുണ്ട്. ചേട്ടാ, നമ്മൾ ഇവിടെ നിന്നല്ലാണ്ട് ഇനി കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങാൻ ഇപ്പോൾ ഉണ്ട്. എവിടേക്കൊക്കെ? കുറവംകുണത്ത് ട്രിവാൻഡ്രം തന്നെ. ടേക്ക് അവേ പാർസൽ സർവീസ്. ഇവിടെ മെയിനായിട്ട് ആൾക്കാരെല്ലാം പാർസൽ സർവീസ് ആണ് ഒരു സെക്കൻഡ് കൗണ്ടർ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഈ ഭക്ഷണം ആവശ്യം ഡെയിലി വരുന്നത് കൂടുതലും ടേക്ക് അവേ ആണ്. ആണല്ലേ? റെഗുലർ വെളിയിൽ ഇപ്പോൾ കഴിക്കാൻ പറഞ്ഞാൽ വീക്ക്ലി വൺസ് അങ്ങനെ ആയിരിക്കും. പക്ഷേ ആളുകൾ ഇപ്പം വീട്ടിൽ കുക്ക് ചെയ്യുന്ന സ്വഭാവം കുറയുമ്പം ഡെയിലി ഭക്ഷണം വെളിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യം. പിന്നെ ഞാൻ ഇവിടെ കയറുമെന്ന് വിചാരിച്ച് ചെറിയൊരു ഹോട്ടൽ മാത്രമാക്കിയത്. ഇപ്പം ഞാൻ എന്നതേ ഇപ്പോൾ ഒന്നാമത്തെ നിലയിൽ കയറ്റി AC റൂമിലിരുത്തിയേക്കുക. അതിപ്പോൾ 2 ഫ്ലോർസ് മൊത്തം ഫാമിലി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ് നമ്മുടെ സുറിയാനി കിച്ചൺ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ അതെ, നമ്മുടെ സുധിയായിട്ടന്നെ അടുക്കളയിൽ നിന്ന് വീണ്ടും നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കള്ളപ്പം അല്ലേ? പാലപ്പമാണ്. കള്ളപ്പം കള്ളപ്പം ദോശ പോലെ ഇരിക്കും ഷേപ്പിൽ, കുറച്ച് കട്ടി. കട്ടി. ചിലർ ഇങ്ങനത്തെ ഷേപ്പിൽ കള്ളപ്പം ഉണ്ടാക്കാറുണ്ട്. എന്നെ പറ്റിച്ചതാണ് നേരത്തെ കള്ളപ്പം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനാണ് പ്രതീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ പാലപ്പം
ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മോളിയല്ലേ, ഫിഷ് മോളി. ഫിഷ് മോളിയും എന്നിട്ട് ഒഴിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അല്ല, നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേണ്ട, എന്തായാലും കറികളൊക്കെ കുറച്ചുള്ളു, നിങ്ങൾ ഇത്തിരിയല്ലേ കഴിക്കുള്ളൂ അല്ലേ? എന്തായാലും എന്തല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഞാൻ എന്താ പറഞ്ഞാൽ കുരുമുളക് ശരിക്കും ഗ്രേവി തന്നെ കുരുമുളക് പിടിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലല്ലേ, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ശരിക്കും കിട്ടുന്നുണ്ട്. ഇതാണ് നല്ല സോഫ്റ്റ് അപ്പാട്ടാ. കാര്യം ഇത് ബിരിയാണി പൊളിച്ചു പൊളി. ഇതുകൊണ്ട് നമ്മുടെ മടക്ക ചപ്പാത്തി, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മടക്ക ചപ്പാത്തി? ഞാൻ പേരിൽ ശരിക്കും ഇത് രാജസ്ഥാൻ പറാത്ത സംഭവമാണ്. ചപ്പാത്തി പരത്തിയിട്ട് മടക്കി ഇടയ്ക്ക് നെയ്യ് പുരട്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി എന്നിട്ട് പരത്തി വെക്കും. അപ്പോൾ ലെയറായിട്ട് വരും. നമ്മുടെ ശരിക്കുള്ള ഹെൽത്തി പൊറോട്ട ഇതാണ്. നമ്മുടെ ഇടിച്ചുളത്ത് പോത്തിറച്ചി ഇടിച്ചുളത്തി ഉണ്ട്. പറഞ്ഞ ഇത്രയും ഉദ്ദേശിച്ചില്ലാട്ടാ മുളക് പൊടി ഇടുമ്പോൾ. ഇത് രണ്ടും ഡ്രൈ ആണ്. ഇതിലിപ്പോൾ ഗ്രേവി എന്തെങ്കിലും വേറെ കൊടുക്കുന്നുണ്ടോ? നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് കടിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് അമർന്ന് പോകും ചപ്പാത്തി. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് വീട്ടിൽ നിന്ന് ഇവിടെ തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ ശരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് ടൈം എപ്പോഴാണ്? ബ്രേക്ക്ഫാസ്റ്റ് 7 to 11. 7 to 11 ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട്. എന്തൊക്കെ വിഭവങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ട്, മപ്പാസ്, സ്റ്റൂ ഐറ്റം, രാവിലെ മപ്പാസും എല്ലാം കൊടുക്കും. പിന്നെ എഗ് റോസ്റ്റ് അങ്ങനെയല്ല. ഉച്ചക്കത്തേക്ക് നമ്മുടെ വെറൈറ്റി മീൽസ് ഉണ്ട്, നസ്രാണി മീൽസ്. എന്താണ് വിഷയം? കോട്ടയം ഭാഗത്തൊക്കെയുള്ള കല്യാണ സദ്യ കൊടുക്കുന്ന സിറിയൻ മീൽസ് എന്ന് പറയും, നസ്രാണി മീൽസ് എന്ന് പറയും. ആദ്യം ഒരു അപ്പം, അതുപോലെ സ്റ്റൂ അല്ലെങ്കിൽ മപ്പാസ് ഒരു ഐറ്റം. മറ്റേ പുളിയൊക്കെ ഇട്ട മീൻകറി, പിന്നെ കുടമ്പുളിട്ട മീൻകറി, ബീഫ് ഒലത്ത്, ഗ്രേവി പറഞ്ഞിട്ടുള്ള മീൻകറി. അതെല്ലാം കൊണ്ട് ഇങ്ങനെയാണ് നടന്നേക്കാറ്. എന്തായാലും നല്ല ടേസ്റ്റി ഭക്ഷണമാണ്. നമ്മുടെ പോങ്ങമൂട് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ സുറിയാനി കിച്ചൺ, SBTക്ക് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് മൊത്തമായിട്ട് കഴിക്കാൻ തിരക്കിലോട്ട് ഏർപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ജോർജ് ചേട്ടാ വളരെ താങ്ക് യു. ചേച്ചി മോനൂസേ താങ്ക് യു. നമ്മുടെ സുധീഷേട്ടനും താങ്ക് യു എല്ലാം ഉണ്ടാക്കി തന്നേന്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതെല്ലാം ഒന്ന്